ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഏകാദശി ദിന ഉദയാസ്തമന പൂജ മാറ്റിയ സംഭവത്തിൽ നിലപാട് കടുപ്പിച്ച ഹൈന്ദവ സംഘടനകൾ. തന്ത്രിയുടെ നിലപാട് ക്ഷേത്രവിരുദ്ധമെന്നും അംഗീകരിക്കാനാവില്ലെന്നും ഹിന്ദു ഐക്യവേദി. പ്രശ്നം കേവലം പൂജകളുടേത് മാത്രമല്ലെന്നും സംസ്കാരത്തിനും ആചാരങ്ങൾക്കും നേരെയുള്ള ആക്രമണമാണെന്നുമാണ് വിലയിരുത്തൽ. തന്ത്രി സ്വന്തം ഹിതത്തിനപ്പുറം ചട്ടപ്രകാരം ദേവഹിതത്തിനനുസരിച്ച് പ്രവർത്തിക്കണം. ദേവസ്വം നിലപാടിനെതിരെ ഏതറ്റം വരെയും പോകുമെന്നും ഹൈന്ദവ സംഘടനകൾ വ്യക്തമാക്കുന്നു. വിവരങ്ങളുമായി മിഥുൻ അയ്യപ്പൻ ചേർന്നുണ്ട്. മിഥുൻ, ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഏകാദശി ദിന ഉദയാസ്തമന പൂജ മാറ്റിയ സംഭവത്തിൽ ഹൈന്ദവ സംഘടനകൾ നിലപാട് കടുപ്പിക്കുകയാണല്ലേ? തീർച്ചയായിട്ടും ഈ തന്ത്രി ഈ ദേവസ്വത്തിന്റെ ഈ ഭക്തവിരുദ്ധ ക്ഷേത്രവിരുദ്ധ നിലപാടിനെ പിന്തുണച്ചതിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനമാണ് ഉയരുന്നത്. കഴിഞ്ഞ ദിവസം ഗുരുവായൂരിൽ ചേർന്ന വിശദീകരണ യോഗം ഇത്തരത്തിൽ ശക്തമായിട്ടുള്ള നിലപാട് പ്രഖ്യാപിക്കുകയും ഈ നിലപാടിൽ ഉറച്ചു നിന്നുകൊണ്ട് വലിയ പ്രതിഷേധങ്ങളിലേക്കും പ്രക്ഷോഭങ്ങളിലേക്കും കടക്കുമെന്ന് ഹിന്ദു ഐക്യവേദി അടക്കമുള്ള ഹൈന്ദവ സംഘടനകൾ വ്യക്തമാക്കി കഴിഞ്ഞു. നമുക്കറിയാം, ഉദയാസ്തമന പൂജ അത് ഏകാദശി ദിനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പൂജയാണ്. ഏകാദശി ദിനത്തിലെ നട്ടെല്ല് എന്ന് തന്നെ പറയാവുന്ന തരത്തിൽ തന്നെയാണ് ഈ ഏകാദശി ദിനത്തിലെ ഉദയാസ്തമന പൂജ എന്നുള്ളത്. ഈ ഉദയാസ്തമന പൂജ മാറ്റിവെക്കുന്ന നടപടി വലിയ രീതിയിൽ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഉള്ളത്. കഴിഞ്ഞ ദിവസം ചേർന്നിരിക്കുന്ന ഈ വിശദീകരണ യോഗത്തിൽ ദേവഹിതം അനുസരിച്ചുകൊണ്ടാണോ തന്ത്രി ഇത്തരത്തിലൊരു നിലപാട് പ്രഖ്യാപിച്ചത്, അല്ലെങ്കിൽ നിലപാടിനോടൊപ്പം നിന്നത് എന്ന് വ്യക്തമായി ചോദിക്കുകയുണ്ടായി. മാത്രമല്ല, ഈ ദേവഹിതം എടുത്തിരുന്നു എന്ന് വ്യക്തമാക്കുമ്പോൾ തന്ത്രി കൊടുത്തിരിക്കുന്ന സത്യവാങ്മൂലത്തിൽ ദേവഹിതം എടുത്തിരുന്നു എന്ന് തന്നെയാണ് അവകാശപ്പെടുന്നത്. അങ്ങനെയെങ്കിൽ ദേവഹിതത്തിന് ഏത് തരത്തിലുള്ള നടപടികളാണ് സ്വീകരിച്ചത് എന്നും വ്യക്തമാക്കണമെന്നും ഹിന്ദു ഐക്യവേദി ചോദിച്ചിട്ടുണ്ട്. ഏതായാലും ശക്തമായിട്ടുള്ള പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. ഇതിൽ നിന്ന് പിന്നോട്ട് പോകാതെ ഇത്തരത്തിൽ പിന്നോട്ട് പോകാൻ തന്ത്രിയും അതുപോലെ തന്നെ ദേവസ്വം ബോർഡും തയ്യാറാകണമെന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത്. ശരി മിഥുൻ, ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഏകാദശി ദിന ഉദയാസ്തമന പൂജ മാറ്റിയ സംഭവത്തിൽ ഹൈന്ദവ സംഘടനകൾ നിലപാട് കടുപ്പിക്കുകയാണ്. വിവരങ്ങൾ നൽകുകയായിരുന്നു ഗുരുവായൂരിൽ നിന്നും മിഥുൻ അയ്യപ്പൻ.